ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ജംഷഡ്പൂർ ആയിരുന്നു സമനിലയിൽ തളച്ചത്. കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യ പകുതിയിൽ കോറു സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിക്കൊടുത്തു. പക്ഷേ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഡ്രിൻസിച്ച് വഴങ്ങിയ സെൽഫ് ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി തിരിച്ചടിയായത് റഫറിയുടെ തീരുമാനങ്ങളാണ്. മത്സരത്തിൽ ഡാനിഷ് ഫറൂഖ് ഒരു ഗോൾ നേടിയിരുന്നുവെങ്കിലും അത് റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് അർഹമായ ഒരു ഗോളായിരുന്നു അവിടെ നഷ്ടമായിരുന്നത്. ഏതായാലും ഈ മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമൻ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് റഫറിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഒരു സീസൺ ഡിസൈഡിങ് മത്സരമായിരുന്നു ഇതെന്നും, എന്നാൽ റഫറിയാണ് അത് തീരുമാനിച്ചത്, ഡിസൈഡ് ചെയ്തത് എന്നുമാണ് TGP പറഞ്ഞിട്ടുള്ളത്. മത്സരശേഷം ടീം ബസ്സിലേക്ക് മടങ്ങുന്ന സമയത്താണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതൊരു സീസൺ ഡിസൈഡിങ് മത്സരമായിരുന്നു, പക്ഷെ അവിടെ റഫറിയാണ് എല്ലാം തീരുമാനിച്ചത്. റഫറിയുടെ മിസ്റ്റേക്ക് തന്നെയാണ് അത്. റഫറിമാർ എപ്പോഴും നമുക്കെതിരെയാണ്. ഇതാണ് TG പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. റഫറിയുടെ തീരുമാനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇന്നലത്തെ മത്സരത്തിൽ സമനില വഴങ്ങിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി കൊണ്ട് പുറത്തായിട്ടുണ്ട്. പ്ലേ ഓഫിലേക്കുള്ള എല്ലാ വാതിലുകളും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ അടഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.